ധന്യ, നിർണായകമായ തീരുമാനം CPI കൈക്കൊണ്ടിരിക്കുന്നു. CPI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം CPI മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ ചില പ്രായോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയതെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരെയും ബിനോയ് വിശ്വത്തെയും അറിയിച്ചു. പക്ഷേ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇക്കാര്യത്തിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങണം, PM3 പദ്ധതിയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങണമെന്നുള്ള ആവശ്യം മുൻനിർത്തിയുള്ള ചർച്ചകളാണ് CPI നേതൃത്വം നടത്തിയത്. എന്നാൽ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. തുടർന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുവാൻ CPI തീരുമാനിച്ചിരിക്കുന്നത്. CPI മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കും. LDF യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനവും ധാരണയായില്ലെങ്കിൽ ഇത്തരത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന നടപടികൾ CPI തുടരും. അത്തരത്തിൽ കടുത്ത പ്രതിഷേധം മുന്നണി നേതൃത്വത്തെയും പാർട്ടിയെയും അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് CPIയുടെ ഇപ്പോഴുള്ള പ്രതികരണത്തിൽ നിന്നും തീരുമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം CPI നേതാക്കൾ പുറത്തുവരും. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി ലഭിക്കേണ്ടതുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഏകദേശം 3:45 ആരംഭിച്ച കൂടിക്കാഴ്ച 4:30 വരെ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിൽ നടന്നു. അതിനുശേഷം ബിനോയ് വിശ്വം CPI മന്ത്രിമാരുടെ മുറിയിലെത്തി CPI മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുകയും മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യത്തിൽ മന്ത്രിമാർ അവരുടെ ആശങ്കയും പാർട്ടി നേതൃത്വത്തിന്റെ ആശങ്കയും അറിയിക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും പുറത്തിറങ്ങിയ മന്ത്രിമാരെ മുഖ്യമന്ത്രി ഇവിടെ നിന്നും ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും മന്ത്രിമാരെ മുറിയിലേക്ക് വിളിപ്പിക്കുകയും കാണുകയും ചെയ്തു. അപ്പോഴും ഇത് സംബന്ധിച്ചൊരു സമവായത്തിന് തയ്യാറല്ല എന്നുള്ള കാര്യം CPI നേതൃത്വം അറിയിക്കുകയും ചെയ്തു. നമുക്കറിയാം, സമീപകാലത്തുണ്ടായ പല അഭിപ്രായങ്ങളിൽ നിന്നും CPIക്ക് ചലിക്കേണ്ടി വന്നിട്ടുണ്ട്. CPMന്റെ സമ്മർദ്ദത്തിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് CPIയെ വരുതിയിലാക്കിയിട്ടുണ്ട്, അനുനയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ആ ചർച്ചയാണ് പാളിയിരിക്കുന്നത്, ആ അനുനയ ശ്രമമാണ് പാളിയിരിക്കുന്നത്. CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന, തെരഞ്ഞെടുപ്പ് വാതിക്കൽ നിൽക്കുമ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിനെ എങ്ങനെ കാണണം? തീർച്ചയായും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിനും BJPക്കും ഇത് CPMനെതിരെയും LDFനെതിരെയും CPIക്കെതിരെയും ആയുധമാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇക്കാര്യത്തിലൊരു അഭിപ്രായ രൂപീകരണമോ ഐക്യമോ ഇല്ല എന്നത് CPMനെയും ഇടതുമുന്നണിയെയും CPIയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക പരത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 6 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇടതുമുന്നണിയിലെ പ്രബല കക്ഷികൾ തമ്മിൽ നേർക്കുനേർ കൊമ്പുകോർക്കുകയും അതിന്റെ ഭാഗമായി മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുവാൻ CPI തീരുമാനമെടുക്കുകയും ചെയ്തതും ഇതെന്തായാലും വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ തിരിച്ചടിയായി CPMനും CPIക്കും ഇടതുമുന്നണിക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കണം, ഇന്ന് തന്നെ ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നത്. അതാണ് മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചപ്പോഴും CPI നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ ഇക്കാര്യത്തിലൊരു തീരുമാനമാകാതെ ഇപ്പോൾ ഇത്തരത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് CPI പോകുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യത്തിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് CPM മറികടക്കും എന്നുള്ളത് കൂടിയാണ്. നമുക്കറിയാം, CPI തുടക്കം മുതൽ തന്നെ PM3യിൽ കടുപ്പിച്ച സാഹചര്യം CPMനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ എത്രത്തോളം സമ്മർദ്ദം അവിടെ ഉണ്ട് മുന്നണിക്കകത്ത് എന്നുള്ളത് നമുക്കറിയാം. ഘടകകക്ഷികൾ, JDS ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എടുത്തിരിക്കുന്ന നിലപാട് നമുക്കറിയാം. ജോസ് കെ മാണി പറഞ്ഞ വാക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. ആ സാഹചര്യത്തിൽ മുന്നണിക്കകത്ത് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. LDF യോഗം എപ്പോൾ ചേരുമെന്നുള്ളതിലേക്ക് തീരുമാനങ്ങൾ കടക്കുന്നു. അത് എത്രയും പെട്ടെന്ന് ചേർന്ന് ഇനി എന്ത് ചർച്ചയാണ് ഇവർക്ക് മുന്നിലുള്ളത് എന്നുള്ളത് കൂടിയാണ്. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മുന്നണി നേരിടുന്ന, സർക്കാർ നേരിടുന്ന വിവിധ വിഷയങ്ങളുണ്ട്. വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെ മറുപടി പറയണമെങ്കിൽ ഘടകകക്ഷികളെ, അതും ഏറ്റവും പ്രധാനപ്പെട്ട CPIയെ പോലൊരു ഘടകകക്ഷിയെ ഇത്തരത്തിൽ പിണക്കുന്നത് അത് സർക്കാരിനെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് വലിയ അബദ്ധമായി ആകാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയം എടുത്തു നോക്കുമ്പോൾ പ്രതിപക്ഷം അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള ആശങ്കകളിലേക്ക് കൂടി മുന്നണി കടക്കുന്ന സാഹചര്യമല്ലേ? ഇനി എന്തായിരിക്കും സംഭവിക്കുക? LDF യോഗം ചേരുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ?
ധന്യ LDF യോഗം ചേർന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രധാനമായും CPIയുടെ ആവശ്യം. അക്കാര്യവും പരിഗണനയിലുണ്ട് എന്ന് മുഖ്യമന്ത്രി നേതാക്കളെ അറിയിച്ചു. പക്ഷേ അത് പരിഗണനയിലുണ്ടായാൽ മാത്രം പോരാ, അതിലൊരു ഉറപ്പ് ലഭിക്കണം. ഇക്കാര്യത്തിൽ സർക്കാർ പിന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ സർക്കാർ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ളൊരു ഉറപ്പ് ലഭിക്കണമെന്നുള്ള കാര്യമാണ് ആവർത്തിച്ച് ഈ കൂടിക്കാഴ്ചയിൽ CPI നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചത്. അതേസമയം ചേരുന്നുണ്ട് വിജിൻ. സമീപകാലത്ത് LDF ഇത്ര വലിയ പ്രതിസന്ധിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കുക, മുന്നണിക്കകത്ത് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു CPI എതിർപ്പുന്നയിച്ച പല വിഷയങ്ങളിലും. അത് സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒറ്റക്കെട്ടായുള്ള തീരുമാനമെന്ന് അവസാനം CPM-ന്റെയും ഐയുടെയും സെക്രട്ടറിമാർ വന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന മുന്നണിയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതും ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കേണ്ട സാഹചര്യം വരുന്നത് ഒരു തരത്തിലും മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ടും അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല CPI എന്നുള്ളതാണ്. CPI എടുത്തിരിക്കുന്ന നിലപാടിനെ നമ്മൾ എങ്ങനെ കാണണം? എത്രത്തോളം സമ്മർദ്ദത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു?